അപ്പം നിങ്ങളുടെ എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ച് നമുക്ക് ഇന്നൊരു കുക്കിംഗ് വ്ളോഗ് കണ്ടാലോ. കുക്കിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഭീകരമായ കുക്കിംഗ് വ്ളോഗൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ഈ ബ്രെഡും പാലും ഒക്കെ വെച്ചിട്ട് ഈസി പീസി ഗുലാബ് ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് രാത്രിയായിട്ടും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഗുലാബ് ജാം തന്നെ ഇരിക്കട്ടെ, കാരണം രാത്രിയിൽ ആരും ഹെവി ഫുഡ്സ് ഒന്നും കഴിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ എന്തൊക്കെയോ കൊപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഗുലാബ് ജാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബ്രെഡ് ക്രംസ് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ബ്രെഡ് ക്രംസ് അല്ല, ബ്രെഡ് ഇങ്ങനെ ബ്രെഡ് ക്രംസ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് അളവോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഇതിങ്ങനെ കുഴച്ച് എടുക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വലിയ പിടുത്തമില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നതെങ്കിലും വീഡിയോ മൊത്തം ഒന്ന് കണ്ടിങ്ങനെ ക്ഷമിച്ച് കാണാനുള്ളൊരു ഇതൊന്നും എനിക്കില്ല. ഞാനത് ചുമ്മാ ഇങ്ങനെ 2x ഇട്ടിട്ട് കൊണ്ട് അടിച്ച് കാണും. ഇത് ഞാൻ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോളായിക്കിപ്പോൾ എനിക്കൊരു മനസ്സ്, ആഹാ ബോളായിട്ടുണ്ടല്ലോ, വെള്ളമൊന്നും കൊടുപ്പില്ല, വെള്ളമല്ല പാല്. എന്നിട്ട് ഇങ്ങനെ കുഴച്ചൊക്കെ എടുത്ത് റൗണ്ടൊക്കെ ആക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം മനസ്സിൽ കിട്ടുന്നൊരു ആനന്ദ നിർവൃതി ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഈ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോൾസൊക്കെ പല വലുപ്പമാണെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, നമ്മളെല്ലാം കഴിക്കുന്നത്. പിന്നെ എണ്ണ എടുക്കുന്നു പിന്നെ നമ്മൾ പഞ്ചസാര പാനി, ആ ഒരു സംഭവം കേട്ടോ, നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു, ആ സെയിം അളവിൽ തന്നെ ഇത് ഇട്ട് കൊടുത്ത് ഏലക്കായ ഇട്ടു, അപ്പോൾ സെറ്റായി. ബാക്കി എണ്ണ ചൂടായി. അപ്പോഴേക്കും നമ്മുടെ മാതാജി വന്നു. എന്നത് ഈ രാത്രി ഇവിടെ കിടന്ന് കാണിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു രാത്രി 11 മണിക്കാണ് ഈ പരിപാടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അമ്മയും കൂടെ വന്നു എന്താ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സാധനം ഒഴിക്കുന്നു, ഈ സാധനം എടുത്തിടുന്നു. പിറ്റേ ദിവസമല്ലേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നില്ല. പക്ഷേ എൻ്റെ പാനി കുറച്ച് കുറഞ്ഞു പോയായിരുന്നു, കാരണം ഇതങ്ങോട്ട് വികസിച്ചു. ഞാൻ ഈ ആക്രാന്തം കൊണ്ട് സ്പീഡ് കഴിക്കുന്നതൊന്നും നോക്കണ്ട, കാരണം എനിക്ക് ഗുലാബ് ജാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ അല്ലായിരുന്നു കുഴക്കുന്നത്, പുട്ടിനെ നനയ്ക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ.